ഇന്ന് നമുക്ക് തിരുവാതിരപ്പുഴുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഞാനിവിടെ നന്നായി കഴുകി വൃത്തിയാക്കിയ മുതിരയും വൻപയറും എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം കാച്ചിൽ, കപ്പ, കായ, ചേമ്പ്, ചേന ഇത്രയും ഞാൻ നുറുക്കിയെടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അടച്ചു വെച്ചോണം വേവിക്കാൻ. വെന്ത് കഴിഞ്ഞ് ഒരു വിധം വേവായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ വെള്ളം വറ്റുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതേസമയം തന്നെ നമുക്കിതിലേക്ക് നമ്മുടെ പയറും മുതിരയും വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി വെന്ത് വന്ന പയർ വേണം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട്. പയറും മുതിരയും നന്നായി വേവിച്ചിട്ട് വേണം ആഡ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഈ ഒരു പരിപാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഈ പയറും മുതിരയും ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് പച്ചമുളക്, ഉള്ളി, ജീരകം, തേങ്ങ ഒന്ന് മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി, ഒത്തിരി അരയണ്ട കേട്ടോ. ഈ മിക്സ് നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്നതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുവിധം വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കരിവേപ്പിലയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പുഴുക്കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ള ഒരു പുഴുക്കാണ് ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെയും ടാറ്റാ ബൈ, ലവ് യു ഓൾ.